ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞങ്ങൾ അന്ന് വന്നിരിക്കുന്നത് ബക്രീദായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ബിരിയാണി ചിക്കനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോ അത് ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു. അങ്ങനെ ഞാനിവിടെ ബിരിയാണി വെക്കാൻ ആവശ്യമായിട്ടുള്ള പാത്രം എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് ചൂടായതിനു ശേഷം കുറച്ച് നെയ്യും അതിലേക്ക് കുറച്ച് പട്ട, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ റൈസ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് റൈസിന് ഒരു 2 ഗ്ലാസ് വെള്ളം എന്ന തോതിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം എടുത്ത് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം അത് തിളയ്ക്കാനായിട്ട് അടച്ചു വെച്ചു. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വറുത്തിടാൻ ആവശ്യമായിട്ടുള്ള മുന്തിരി, അണ്ടിപ്പരിപ്പ്, സവോള, കറിവേപ്പില എന്നിവ വറുക്കാനായിട്ട് വെച്ചു. ഈ വെള്ളം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഏലക്ക പൊടിച്ച് ആഡ് ചെയ്തു. അതോടൊപ്പം കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിടാം. അതായത് കുറച്ച് ക്യാരറ്റോ ബീൻസൊക്കെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നമ്മുടെ ആവശ്യത്തിന് ആ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ചു വെക്കുക. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിൽ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും കൂടെ പേസ്റ്റ് രൂപത്തിലാക്കി കുറച്ച് ഇതിലിട്ട് കൊടുക്കാം. വളരെ കുറച്ച് മതി. ഞാനിവിടെ 1 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് വെള്ളം തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. നന്നായി വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ചേർത്ത് ഇളക്കി വേവാനായിട്ട് മൂടി വയ്ക്കുക. അരി ഇവിടെ തിളച്ച് റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അതായത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവോള, കറിവേപ്പില എന്നിവയെല്ലാം വറുത്ത് കോരിയെടുക്കാം. അപ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ അരിയൊക്കെ ഏകദേശം തിളച്ച് ഒരു അര വേവായിട്ടുണ്ട്. ഈ പരുവത്തിലെത്തി കഴിയുമ്പോഴത്തേക്കും തീയൊക്കെ ഓഫ് ചെയ്ത് പിന്നെ കനലിൽ വെച്ചാണ് വേവിക്കേണ്ടത്. ഞാനൊരു 10 മിനിറ്റ് കനലിൽ വെച്ച് വേവിച്ചപ്പോഴത്തേക്കും എൻ്റെ ഇവിടെ റൈസ് എല്ലാം നല്ല രീതിയിൽ വെന്ത് കിട്ടി. അതിനുശേഷം ഞാൻ അടുപ്പത്ത് നിന്ന് കുറച്ച് നേരം ഇറക്കി വെച്ച് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച സാധനങ്ങൾ, സവോള, മുന്തിരി, അണ്ടിപ്പരിപ്പ്, കറിവേപ്പില ഇവയെല്ലാം ഇങ്ങനെ ചോറിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വിതറി കൊടുക്കുക. എൻ്റെ പിള്ളേർക്ക് ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് വെക്കുന്നത്. എന്നിട്ട് ഇതിൽ കുറച്ച് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടി കൂടെ വിതറി കൊടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചെറുപ്പഴം കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ എൻ്റെ സ്വാദിഷ്ടമായ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ചിക്കനാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, മുളകും കൂടെ പേസ്റ്റ് രൂപത്തിലാക്കി അടിച്ചെടുത്തു. എന്നിട്ട് ചിക്കനൊക്കെ നല്ല രീതിയിൽ കഴുകിയെടുത്തു. അതിനുശേഷം ചിക്കൻ വെക്കാനായിട്ട് ആവശ്യമുള്ള പാത്രം എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് കടുകൊക്കെ താളിച്ചതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ട് നല്ലതായിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് സവോള ചേർത്ത് അതിനെയും നന്നായിട്ട് മൂപ്പിച്ച് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചതിന് ശേഷം ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് തിളപ്പിച്ചു. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചിക്കൻ വെക്കുന്നത്. അതിനുശേഷം തിളച്ചതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചു. ഏകദേശം ചിക്കനൊക്കെ ഒന്ന് കുറുകി വന്നതിന് ശേഷം ഞാനിതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് മുളക് പൊടിയാണ് എടുത്തത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതാണ് കുറച്ച്. പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, ഇത്രയും കൂടെ ചേർത്ത് ഈ ചിക്കനിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ചു. അങ്ങനെ ഇവിടെ ചിക്കൻ നല്ല രീതിയിൽ കുറുകി വന്നിരിക്കുകയാണ്. അങ്ങനെ സ്വാദിഷ്ടമായ ചിക്കനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയും ചിക്കനാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.